ബ്രിഗേഡിയർ നീഷെ ബാലൻ, അമേരിക്ക വൻതോതിൽ പാകിസ്ഥാന് ആയുധ സഹായം എത്തിച്ചതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു? ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ പ്രേക്ഷകർക്കും അതറിയാൻ താല്പര്യമുണ്ടായിരിക്കാം. അമേരിക്കയുടെ ഈ ചരിത്രപരമായിട്ടുള്ള സഹായം പാകിസ്ഥാനോട് അവരുടെ വിദേശ നീതി നയങ്ങളോട് നമ്മൾ അനുബന്ധിക്കേണ്ടിയിരിക്കുന്നു. അതായത് അവർ എന്നും റഷ്യയെ എല്ലാ സ്ഥലത്തു നിന്നും, അതായത് 4 വശത്തു നിന്നും ഒരു ഐസൊലേഷൻ നടത്താനുള്ള ഒരു ശ്രമമാണ്. അതുകൊണ്ടാണ് ഈ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന സംഘടന യുദ്ധാനന്തര കാലം അവർ ഉണ്ടാക്കുകയും മഹായുദ്ധം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവരുടെ ഓരോ നയങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റഷ്യയെയും ചൈനയെയും ഒരു ഐസൊലേഷൻ നടത്തുക, അതിന് തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ നേരിട്ട് ചെന്നിട്ട് നേരിട്ടോ അല്ല പരോക്ഷമായിട്ടോ മിലിറ്ററി ഓപ്പറേഷൻസ് നടത്തുക. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധത്തിലും അല്ലാതെ തന്നെ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സിലും സൗദി അറേബ്യ അങ്ങനെയുള്ള ആ സ്ഥലങ്ങളിലും ടർക്കി എവിടെയൊക്കെ റഷ്യയുടെ അനുയോജിച്ചോ അല്ലെങ്കിൽ അനുബന്ധിച്ചോ കിടക്കുന്ന രാഷ്ട്രങ്ങളിൽ എപ്പോഴും അമേരിക്ക കൈകടത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു. അത് അവരുടെ രാഷ്ട്രനീതിയാണ്. അത് അവർക്ക് അനുകൂലമായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ചൈനയ്ക്കെതിരെയും അങ്ങനെ അവർ ചെയ്തിരുന്നു. കംബോഡിയയിലും വിയറ്റ്നാമിലും കൊറിയയിലും ഒക്കെ അവർ പോയി യുദ്ധം ചെയ്തിരുന്നു. അത് ചൈനയെ ഐസൊലേറ്റ് ചെയ്യാനുള്ളതാണ്. ഇപ്പോഴുള്ള ഈ സന്ധികളെല്ലാം അവരെല്ലാം നടത്തുന്നത്. സെന്റ്കോം എന്ന് പറയുന്ന അന്ന് ഒരു സംഘടനയുണ്ടായിരുന്നു. അതിനകത്ത് പാകിസ്ഥാനെയും ചേർത്തിരുന്നു. അപ്പൊ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ 1965 അവർ ഒരു ഭാര തോതിൽ അവർ കൊടുത്തിരുന്നു യുദ്ധസാമഗ്രികൾ. ആ യുദ്ധസാമഗ്രികൾ അവർ അന്ന് പാകിസ്ഥാനും ഇരട്ടത്താപ്പെട്ടു. യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ആ സപ്ലൈസ് എല്ലാം അവർ കുറച്ചു നേരത്തേക്ക് ഫ്രീസ് ചെയ്തു. അപ്പൊ അത് കാരണം അത് കഴിഞ്ഞിട്ട് വന്ന സുൽഫിക്കാർ അലി ഭൂട്ടോ ഒരു US വിരുദ്ധ നയമാണ് സ്വീകരിച്ചിരുന്നത്. പിന്നെ എന്നിരുന്നാലും 1971 ബംഗ്ലാദേശ് യുദ്ധത്തിൽ കൈകടത്താതെ അവരുടെ ഒരു വീക്ഷണത്തിൽ വെസ്റ്റ് പാകിസ്ഥാൻ, അതായത് ഇന്നത്തെ പാകിസ്ഥാൻ, അന്ന് വടക്കേ പാകിസ്ഥാൻ, പടിഞ്ഞാറേ പാകിസ്ഥാന് സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് US-ന്റെ ഒരു വിമാനവാഹിനി കപ്പൽ എന്റർപ്രൈസസ് അത് ബേ ഓഫ് ബംഗാളിലേക്ക് അവർ കുറച്ച് കപ്പലുകളുടെ കൂടെ കടത്തിവിടുകയുണ്ടായി. ഇതല്ലാതെ തന്നെ യുദ്ധസാമഗ്രികൾ ഒരു തരത്തിൽ, പക്ഷെ അത് മാത്രമല്ല, അന്ന് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കണം എന്നുള്ള ഒരു പദ്ധതി, ഒരു പ്ലാനും അവർ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ റഷ്യയുടെ താൽക്കാലികമായിട്ടുള്ള ഇടപെടലാൽ ഇത് നിന്നിരുന്നു. ഇന്ത്യയിൽ അവർക്ക് ഇന്ത്യയെക്കാൾ കൂടുതൽ പാകിസ്ഥാനോട് ഒരു കൂട്ടുകെട്ടാണ് അവരുടെ മനസ്സിൽ ഉള്ളത്. എപ്പോഴും അതാണ് അവർക്ക് വേണ്ടത്. അഫ്ഗാനിസ്ഥാനിൽ വഴി റഷ്യയിലേക്കും ചൈനയിലേക്കും അവരുടെ അടിവയറിൽ കൂടി ഒരു കഠാര കുത്താനുള്ള ഒരു ശ്രമമാണ് ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഇത്. അല്ല, പാകിസ്ഥാനിലെ എവിടെ എണ്ണ കിടക്കുന്നു? പാകിസ്ഥാനിലെ എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ അവർ എണ്ണ എടുത്തേനെ. ഇതൊക്കെ പാകിസ്ഥാനിലെ ജനങ്ങളെ ഭ്രമിപ്പിച്ചിട്ട് അവിടെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന് അനുകൂലമായിട്ട് പാകിസ്ഥാൻ ജനതകളുടെ ഇടയിൽ ഇത് വരുത്താനാണ്. അതുപോലെ താങ്കൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സിന്ധൂറിനിടയ്ക്ക് നടന്ന ഓപ്പറേഷനിന്റെ ഇടയ്ക്കും ട്രംപ് വീണ്ടും പല കാര്യങ്ങൾ പറയുകയുണ്ടായി. ട്രംപ് പറയുന്നത് എല്ലാം വിശ്വസിക്കേണ്ട കാര്യമില്ല. അത് ഈ അന്താരാഷ്ട്ര നയത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. നമ്മൾ ഒരു രാഷ്ട്രത്തിന്റെയും ശാശ്വതമായിട്ടുള്ള കൂട്ടുകെട്ടുകളൊന്നുമില്ല, ശാശ്വതമായിട്ടുള്ള താല്പര്യങ്ങൾ മാത്രമാണ്. അപ്പൊ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്ക എന്തുമാത്രം ശ്രമിക്കുന്നുവോ അതിനപ്പുറം നമ്മൾ ശ്രമിക്കണം. അതായത് ഇതിനകത്ത് $2 ബില്യൺ എന്നുള്ള ഇതാണ് വന്നിരിക്കുന്നത്. അന്നത്തെ വില വെച്ച് നോക്കുമ്പോൾ ഇന്നൊരു 20 ഇരട്ടിയെങ്കിലും വില വരും. അത്രയും യുദ്ധസാമഗ്രികൾ അവർ കൊടുത്തിരുന്നു. അത് കൊടുത്തിരുന്നത് ഇത് എപ്പോഴും ഈ പാകിസ്ഥാൻ യുദ്ധ സഹായം ചെയ്യുന്നത് ഈ അവരുടെ എയ്ഡിന്റെ ഒരു പാക്കേജ് ആയിട്ട് അവർ കൊടുക്കുകയും അത് ഒത്തിട്ട് പാകിസ്ഥാൻ സേനയുടെ അകത്ത് തന്നെ ഇവർക്ക് നേരിട്ട് തന്നെ ഒരു നിയന്ത്രണം ഉണ്ടാകും. താങ്കൾ ഇപ്രാവശ്യം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അമേരിക്കയിൽ പാകിസ്ഥാന്റെ ആർമി ചീഫ് ജനറൽ മുനീർ പോയപ്പോൾ നേരിട്ട് രാഷ്ട്രപതിയായിട്ട് സംഭാഷണം നടത്തി.
ഇന്ത്യയുടെ ഏതെങ്കിലും പട്ടാള മേധാവി പോകുമ്പോൾ അവർ അങ്ങനെ നേരിട്ട് ഇടാറില്ല. അപ്പൊ പട്ടാളത്തിൽ ആണ് അവർക്ക് നേരിട്ട് പിടിയുള്ളത്. ഒസാമ ബിൻ ലാദനെ വധിക്കാനായിട്ടും അവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഒരു ചായവില്ലായിരുന്നെങ്കിലും പാകിസ്ഥാൻ പട്ടാളത്തിന് തുണയോടുകൂടിയാണ് അവർ അമേരിക്കൻ ഭടന്മാർ അകത്ത് കയറി ഒസാമ ബിൻ ലാഡനെ വധിച്ചത്. നമ്മൾ വീക്ഷിക്കുമ്പോൾ ഇതൊരു പ്രത്യേക തരമായിട്ട് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥയല്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള ഈ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. വലിയ തോതിലൊന്നും ഇതൊന്നും പറ്റുന്നില്ല. നമ്മൾ അമേരിക്കയിൽ നിന്ന് ക്രൂഡ് ഇങ്ങോട്ട് വരുത്തുന്നു, ക്രൂഡ് അങ്ങോട്ട് കൊടുത്തയക്കുന്നു, തിരിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നു. അതൊരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഒരിടത്ത് നിന്ന് പോയാൽ മറ്റിടത്ത് എന്തായാലും സ്വാഭാവികമായിട്ട് നിന്നു പോകും. അപ്പൊ ടാരിഫ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും രണ്ട് രാജ്യത്തിനും വരാനിരിക്കുന്ന ആഘാതങ്ങൾ വളരെ തുല്യമാണ്. അവരുടെ വാണിജ്യപരമായിട്ടുള്ള താല്പര്യങ്ങളെ സംരക്ഷിക്കാനായിട്ടാണ് ഈ സൈന്യത്തിനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്. അവരുടെ രാഷ്ട്രതന്ത്രങ്ങളും രാഷ്ട്ര നയങ്ങളെല്ലാം ആ വാണിജ്യ നയങ്ങൾക്ക് ആധാരിതമായിട്ടുള്ളതാണെന്നാണ് എൻ്റെ വിശ്വാസം.